ലിറിസിസ്റ്റ്, കമ്പോസർ, സിംഗർ, ഡബിങ് ആർട്ടിസ്റ്റ്, അങ്ങനെ എഴുതിയ കുറേ ഉണ്ട്. ശക്തിശ്രീ ഗോപാലനാണോ? നമസ്കാരം. താങ്ക് യു. ഈ മലയാളത്തിലൊരു കോട്ടുണ്ട്, നമ്മൾ നമ്മളുടേതെന്നും അവർ അവരുടേതെന്നും പറയുന്ന ഭൂപ്രദേശം എന്ന് പറഞ്ഞിട്ട് വളരെ പ്രശസ്തമായ കോട്ടാണ്. ശക്തിശ്രീ കാണുമ്പോൾ എനിക്ക് അത് ഓർമ്മ വരുന്നത്. അതായത് ആ, ഒരു 13-14 വയസ്സ് വരെ തനി കൊച്ചിക്കാരിയായിരുന്നു. അതെ, അവിടെ നിന്ന് ചെന്നൈക്ക് പോയി. 13 വയസ്സല്ല, 18 വയസ്സ് വരെ, ഓക്കെ. 12th പഠിക്കുന്നവരെ ഞാൻ ഇവിടെ ആയിരുന്നു. പിന്നെ കോളേജ് പഠിക്കാൻ വേണ്ടി ചെന്നൈ. മദ്രാസിലോട്ട് പോയതാ. ഇപ്പോൾ മലയാളിയാണോ അതോ ചെന്നൈ നിവാസിയാണോ എന്നൊക്കെ ചോദിച്ചാൽ എന്തായിരിക്കും? ഒരു ഹ്യൂമൻ ബീങ് ആണ്, എർത്ത് എന്ന് പറഞ്ഞ് അതോടെ നിർത്തുന്നതായിരിക്കും പറ്റുക. കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയതിന് ശേഷമുള്ള ഒരു ലൈഫ് അതെങ്ങനെയായിരുന്നു? ചെറുപ്പം മുതലേ എനിക്ക് ട്രാവലിംഗ് ഒത്തിരി ഇഷ്ടമാണ്. ട്രാവൽ ഷോസ് ഒക്കെ ഇങ്ങനെ ടി വിയിലൊക്കെ കാണുമ്പം പുറത്ത് ഇങ്ങനെ ഒരു ലോകമുണ്ട്, ഒത്തിരി കാണാനുണ്ട്, ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട്, കൾച്ചേഴ്സ് ലൈക്ക് ആർക്കിടെക്ചർ ലൈക്ക് കുറേ തിങ്സ് ഇങ്ങനെ അതിൽ നേച്ചർ അതിലൊക്കെ ഭയങ്കര ഒരു കൗതുകമുണ്ട്. അതൊക്കെ കാണണം, കഴിയുന്നത്ര ട്രാവൽ ചെയ്ത് ഈ ലോകം എത്രമാത്രം കാണാൻ പറ്റുമോ കാണണം, അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ 12th കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും പുറത്ത് കയറി പുറം ഇവിടുന്ന് ലോകം ഒന്ന് രക്ഷപ്പെടണം. രക്ഷപ്പെടണം എന്നല്ല, ഞാൻ ഇന്ന് പറയായിരുന്നു എൻ്റെ ബാൻഡിൻ്റെ അടുത്ത്, ഞാനൊരു കേരള പ്രേമിയാണ്, ഇവിടെ വന്നപ്പോൾ തന്നെ ആഹാ കണ്ടില്ലേ ഈ പച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പുറത്ത് രക്ഷപ്പെടണം എന്നല്ല, ബട്ട് ഐ ഫീൽ ലൈക്ക് ഇറ്റ് ഈസ് ഗുഡ് ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് അങ്ങനെ പോകുമ്പോഴേ കുറേ ചാലഞ്ചസ് ഉണ്ടാവുള്ളൂ. പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ, അവരുടെ അടുത്ത് നിന്ന് കുറേ പഠിക്കാൻ കിട്ടും. ലൈക്ക് അങ്ങനെ ഐ ഫീൽ ലൈക്ക് നമ്മൾ ഈ കംഫർട്ട് സോണിൽ ഇരിക്കുന്നതോളം, കാരണം ഐ മീൻ വി ഗെറ്റ് ടു കംഫർട്ടബിൾ ആൻഡ് ഇറ്റ് മേ നോട്ട് പുഷ് അസ് ടു സീക്ക് ദ തിങ്സ് വി വോണ്ട് ടു സീക്ക്. ആൻഡ് നമ്മൾ തേടി പോകുന്ന തിങ്സ് നമ്മളെയും തേടുന്നുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സോ അതൊക്കെ കൊണ്ടാണ് ഓക്കെ എങ്ങനെയെങ്കിലും ഐ ഹാവ് ടു ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് ആൻഡ് ആർക്കിടെക്ചർ കോളേജ് അപ്ലൈ ചെയ്തായിരുന്നു. ചെറുപ്പത്ത് മട്ടാഞ്ചേരിയിൽ സെയിൻറ്റ് മേരീസ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു. പിന്നെ 3rd തൊട്ട് 12th വരെ രാജഗിരി പബ്ലിക് സ്കൂളിലായിരുന്നു. പിന്നെ അവിടെ ഒത്തിരി അമേസിങ് ടീച്ചേഴ്സിൻ്റെ ബ്ലെസ്സിങ്, അനുഗ്രഹം ആൻഡ് കുറേ എൻകറേജ്മെൻറ്റ് കിട്ടി ഇങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഫോളോ ചെയ്യാനും പേഴ്സ് ചെയ്യാനും. പിന്നെ ആർക്കിടെക്ചർ പഠിക്കാൻ വേണ്ടി ചെന്നൈയിലോട്ട് പോയി. അപ്പോൾ ചെന്നൈയിൽ ചെന്നപ്പോൾ തന്നെ അവിടെ ഭയങ്കര മ്യൂസിക് സീൻ, ഡിസംബർ ആകുമ്പം കച്ചേരി, അല്ലെങ്കിൽ പൊതുവെ ത്രൂ ദ ഇയർ കുറേ ബാൻഡ്സ്, ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻസ് പെർഫോം ചെയ്യുന്ന കുറേ അൺവൈൻ സെൻറ്റർ അങ്ങനത്തെ വെന്യൂസ്, പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ബാൻഡ്സ് ഒക്കെ വരും പെർഫോം ചെയ്യും. അങ്ങനെ ഒരു ബസ് ഉണ്ടായിരുന്നു ചെന്നൈക്ക്. ആൻഡ് അതല്ലാതെയും ഇങ്ങനെ ജനറലി ഇൻട്രസ്റ്റിംഗ് ഇവൻറ്റ്സ് ആൻഡ് ഹാപ്പനിങ്സ്, ഈ ബീച്ചിലും കുറേ ഫെസ്റ്റിവൽസും ഇങ്ങനെ പോപ്പപ്പ് ഷോസും നടക്കുന്നതൊക്കെ. സോ ജനറലി ആ ഒരു ചെന്നൈ അല്ലാതെ എനിക്ക് ആദ്യം ചെറുപ്പത്തിലൊക്കെ സമ്മർ വെക്കേഷന് ചെന്നൈ പോകുമ്പം ഐ വാസ് ലൈക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ലൈക്ക് ഓൾറെഡി സമ്മർ വെക്കേഷൻ, പിന്നെ ചെന്നൈയിൽ കയറി അവിടുത്തെ ചൂട്ടിലൊക്കെ മരിച്ച് ഐ വാസ് ലൈക്ക് ഓക്കെ. പിന്നെ ഐ റിയലൈസ് ചെന്നൈ ഇസ് ദ പീപ്പിൾ. അപ്പോൾ ആദ്യം കോളേജിൽ കയറി ഹോസ്റ്റലിലൊക്കെ ഇരുന്ന് ഇച്ചിരി ഇടിയും തൊഴിയൊക്കെ കിട്ടിയായിരുന്നു ഹോസ്റ്റൽ ലൈഫ്. പിന്നെ കുറച്ച് അടിപൊളി ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ അവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻസ് മീറ്റ് ചെയ്യാൻ പറ്റി. ഇന്ന് വായിക്കുന്ന കൂട്ടത്തിലും ബാൻഡിലുള്ള 2 ബാൻഡ്മേറ്റ്സ് ഞങ്ങൾക്ക് കോളേജ് ടൈംസ് തൊട്ടറിയാം. കോളേജ് ടൈംസ് തൊട്ട് ഞങ്ങൾ ഒരേ ബാൻഡിൽ വായിച്ച് പിന്നെ അങ്ങനെ അങ്ങനെ ട്രാവൽ ചെയ്ത് ഓഫ് കോഴ്സ് ലൈക്ക് വിവ് ബീൻ ഗോയിങ് ത്രൂ മെനി പ്രൊഫഷണൽ ജേർണി ഓഫ് അവർ ഓൺ. പക്ഷെ അതായിരുന്നു ചെന്നൈയിലത്തെ ഒരു സ്റ്റാർട്ടിങ് ആൻഡ് ലൈക്ക് ചെന്നൈ. ഈ സംഗീതം സംഗീതം കൊണ്ട് ജീവിക്കാം, അല്ലെങ്കിൽ ഇതാണ് ഈ വഴി എന്ന് സ്വാഭാവികമായിട്ടും ചെന്നൈയിലൊരു ലൈഫായിരിക്കും അല്ലേ? അത് ആക്ച്വലി അങ്ങനെ ഒരു മൈൽ സ്റ്റോൺ മൊമെന്റ് ഉണ്ടായിരുന്നില്ല. ഇനി നാളെ തൊട്ട് ഞാനൊരു പ്രൊഫഷണൽ മ്യൂസീഷ്യൻ ആയിരിക്കും, ഇതായിരിക്കും എൻ്റെ ജീവിതം, അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ടൊരു ഒരു ടേണിംഗ് പോയിന്റ് പോലത്തെ ഒരു മൊമെന്റ് ഇല്ലായിരുന്നു. പക്ഷേ വർഷങ്ങൾ കടന്നു പോകും തോറും കാലം ഞാൻ കൂടുതൽ എല്ലാ അവസരം സ്റ്റേജിൽ കയറി ഒരു മൈക്ക് പിടിച്ച് പാടാൻ കിട്ടുന്ന എല്ലാ അവസരവും ഞാൻ ഇന്നും ഐ സ്റ്റാർട്ടഡ് സെർച്ചിങ് ഫോർ ഇറ്റ്. ആൻഡ് അത് മാത്രമല്ലാതെ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്, ചിലവർക്ക് അത് സ്പോർട്സ് ആയിരിക്കും, ചിലവർക്ക് കുക്കിംഗ് ആയിരിക്കും, ഇറ്റ് വിൽ ബി സംതിങ്, ഒരു കോളിംഗ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഐ ഫെൽറ്റ് ലൈക്ക് ദിസ്. ഒരു സ്റ്റുഡിയോ കയറി ഹെഡ്ഫോൺസ് ഇട്ടിട്ട് ആ മൈക്കിൻ്റെ പുറകെ നിൽക്കുമ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ഐ ബിലോങ്ഡ്, ഓർ ഐ ഫെൽറ്റ് everything made sense. So അങ്ങനെ I started seeking more and more opportunities. And എനിക്ക് I feel like sometimes it doesn't make sense, but then that's when it makes sense. Like സംഗീതം കൊണ്ട് നമുക്ക് ജീവിക്കാം എന്നല്ലാതെ സംഗീതം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ ആയിരുന്നു. ആൻഡ് ഐ ഫെൽറ്റ് ലൈക്ക് ഇറ്റ് ഈസ് എ സ്ലോ ട്രാൻസിഷൻ ആൻഡ് ഐ കെപ്റ്റ് പെർസ്യൂയിങ് മോർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് മോർ ഓപ്പർച്യൂണിറ്റീസ് started coming my way. And but I kept doing things I loved doing.
വേറെ മ്യൂസീഷ്യൻസിൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്ത് ഇൻഡിപെൻഡൻറ്റ് സോങ്സ് എഴുതുന്നതും പിന്നെ റെക്കോർഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പം സ്റ്റുഡിയോ പോയി പാടുന്നത് അങ്ങനെ അങ്ങനെ കൂടുതൽ കൂടുതൽ മ്യൂസിക് എന്ന് പറയുന്ന അതിൽ തന്നെ കുറേ തിങ്സ് ഉണ്ട്. സോ അതെല്ലാം ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുമ്പം ഇന്നും ഇന്നും അതിൻ്റെ അടുത്തുള്ളൊരു അലൈൻമെൻറ്റ് ഓർ ദി എനർജി ദാറ്റ് ഇറ്റ് വാസ് ഗിവിങ് മീ വാസ് ഗ്രോയിങ്. സോ അതിങ്ങനെ കൂടുതൽ ഫോളോ ചെയ്ത് അതങ്ങനെ ഒരു സ്ലോ ട്രാൻസിഷൻ ആയിരുന്നു. റഹ്മാൻ സാറായിട്ടുള്ളൊരു ഒരു കണ്ടുമുട്ടൽ അല്ലെ അതിനുശേഷമുള്ളൊരു ജീവിതം? സോ ചെറുപ്പം മുതലേ ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് റഹ്മാൻ സാർസ് മ്യൂസിക്. ഇന്ത്യയിൽ നയൻറ്റീസിൽ ഇന്ത്യയിൽ ജീവിച്ചിട്ടുള്ള ആരാണെങ്കിലും അതെ പുള്ളിയുടെ ഒരു മ്യൂസിക് ഒരു സുനാമി പോലെ ഇറ്റ്സ് ലൈക്ക് യുനോ ടേക്കൻ ഓവർ അവർ മ്യൂസിക്കൽ സെൻസിബിലിറ്റീസ് ആൻഡ് എവറിഥിങ് ഇൻ എ ബ്യൂട്ടിഫുൾ വേ, ഇൻ എ മാജിക്കൽ വേ. ആൻഡ് ചെന്നൈയിൽ പോയപ്പം ആദ്യം കോളേജിൽ ഞാൻ ഫ്രഷേഴ്സ് ഡേയിൽ പാടുമ്പം ഒരു പ്രൊഫസർ ഇലങ്കോ സാർ എന്ന് പറഞ്ഞ പ്രൊഫസർ പറഞ്ഞായിരുന്നു ഇങ്ങനെ പ്ലേ ബാക്ക് ട്രൈ ചെയ്തുകൂടെ എന്ന്. അപ്പോൾ അയ്യോ പ്ലേ ബാക്കിൻ്റെ ഈ ലോകം എവിടെയാണ്, അതിൻ്റെ കഥ എവിടെയാണ്, അതൊക്കെ നമ്മൾ എങ്ങനെ പോയി മുട്ടും. സോ ഐ ഗ്രോ അപ്പ് ഇൻ എ വെരി മോഡസ്റ്റ് ഫാമിലി ഇൻ മട്ടാഞ്ചേരി. സോ അങ്ങനെ ദിസ് ഈസ് ഓൾ a totally different world, like the entertainment industry or like the professional world of showbiz and all of that. അത് ഫിലിം ഫെയർ അവാർഡ് ടി വിയിൽ ഇടുമ്പോൾ എല്ലാവരും ഫ്രണ്ടിൽ ഇരുന്ന് കണ്ട് അതായിരുന്നു that was the closest we got or maybe whatever. റഹ്മാൻ സാറിനെ എങ്ങനെ ജീവിതത്തിൽ ഒരിക്കൽ ഒന്ന് കണ്ട് ഒന്ന് താങ്ക്സ് പറയണമെന്നുണ്ടായിരുന്നു, ബിക്കോസ് ഫോർ ദി എമൗണ്ട് ഓഫ് ഇൻസ്പിറേഷൻ ദാറ്റ് ഹിസ് മ്യൂസിക് ഹാസ് ഗിവൻ മീ. ഓർ നമ്മൾ കുറേ പ്രാവശ്യം ലൈഫ് എക്സ്പീരിയൻസസ് കടന്നു പോകുമ്പം sometimes you can't talk about it or sometimes you may not feel like talking about it, but and I've been blessed with good friends or like the support of amazing human beings, but at some moments I feel like music was there for me. So ingane, and it has helped me heal. So ഇങ്ങനത്തെ ഒരു ഇതിന് എന്തെങ്കിലും ഒരു ദിവസം കണ്ട് നന്ദി പറയണമെന്നുണ്ടായിരുന്നു. സോ അതെങ്കിൽ ആ ഒരു അവസരം കിട്ടിയാൽ I would have, I was like, if I could just meet him and say thanks. And somehow it's been like very somehow ഒന്നല്ല, again I feel like the universe is just so incredible in so many ways. ഞാൻ കോളേജിൽ പഠിക്കാൻ നേരത്ത് എൻ്റെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഓൺലൈൻ കേട്ട് എനിക്കിങ്ങനെ പ്ലേ ബാക്ക് പാടാനും സ്റ്റുഡിയോയിൽ പാടാനുള്ള അവസരങ്ങൾ വരാൻ തുടങ്ങി. ആൻഡ് അങ്ങനെ ഞാൻ റഹ്മാൻ സാറിൻ്റെ ബാക്കിംഗ് വോക്കൽസ് കോളേജ് പഠിക്കുമ്പോൾ തന്നെ ഞാനിങ്ങനെ ബാക്കിംഗ് വോക്കൽസ് പാടുമായിരുന്നു. പിന്നെ കോളേജ് കഴിഞ്ഞിട്ട് ബിക്കോസ് ഓഫ് ദിസ് വൺ ഹ്യൂമൻ ബീയിങ് ഇൻ LA, I met Rahman sir in my capacity as an architect, because ആ സമയത്ത് റഹ്മാൻ സർ മ്യൂസിക് സ്കൂൾ ഡിസൈൻ ചെയ്യുമായിരുന്നു, or he was having a new campus for the building. അപ്പോൾ എയ്ബ് തോമസ് എന്ന് പറഞ്ഞ this amazing human being who I've met who lives in LA is the one who introduced me to Rahman sir as an architect and designer. And റഹ്മാൻ സാറിൻ്റെ KM കോളേജ് ഓഫ് മ്യൂസിക് ആൻഡ് ടെക് അത് ഡിസൈൻ ചെയ്യാനുള്ള ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു. അങ്ങനെയായിരുന്നു ഒരു ആർക്കിടെക്ട് ആൻഡ് ഡിസൈനറായിട്ട് റഹ്മാൻ സാറിനെ മീറ്റ് ചെയ്ത് പിന്നെ ഒത്തിരി ഇറ്റ് ടുക്ക് അബൌട്ട് 2 years for us to complete the project. ആൻഡ് അത് ചെയ്യുന്ന സമയത്തായിരുന്നു നെഞ്ചിക്കുള്ളി റെക്കോർഡ് ചെയ്തതും ജബ് തക് ഹെ ജാൻ റെക്കോർഡ് ചെയ്തതും എങ്കപ്പോന രാസ റെക്കോർഡ് ചെയ്തതൊക്കെ അതിൻ്റെ ആ സമയത്തായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരാളാദ്യമായിട്ടായിരിക്കില്ലേ ആർക്കിടെക്ചറായിട്ട് ചെന്നിട്ട് ഒരു ആർക്കിടെക്റ്റായിട്ട് ചെന്നു, അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടാനുള്ളൊരു. Yeah, I guess you know how people say the truth is stranger than fiction. Yeah, it's like it's things like that, and I feel like it's just amazing, and I'm so genuinely grateful for it. And it's, I feel like so many times ഇപ്പോൾ I think കൂടുതൽ ആൾക്കാർ ഇങ്ങനെ മൾട്ടി ഡിസിപ്ലിനറി ഇന്നും കൂടുതലായിട്ട് ആവുന്നുണ്ട്. ആൻഡ് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് വെരി നാച്ചുറൽ. ഒരു ആർട്ട് ഓർ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് we don't have to limit ourselves to one thing. And usually ഒരു ആർട്ടിസ്റ്റ്, ഒരു പെയിൻറ്റർ, അല്ലെങ്കിൽ അവർ കാണുന്ന കളേഴ്സ്, അവർ തിങ്ക് ചെയ്യുന്നത് മോസ്റ്റ്ലി അവരെ കൊണ്ട് നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഐ ഫീൽ ലൈക്ക് ദാറ്റ്, ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് എ മീഡിയം ദാറ്റ് ഇസ് ഡിഫറെൻറ്റ്. ആ മീഡിയത്തിൻ്റെ കൂടെ നമ്മൾ എത്ര എൻഗേജ് ചെയ്യുന്നു അത്രയും നമ്മുടെ ഒരു ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് നമുക്ക് വർദ്ധിപ്പിക്കാനുള്ളൊരു അവസരമാണത്. ലൈക്ക് ദ മോർ ടൈംസ് യു ഹാൻഡിൽ ദറ്റ് പെയിൻറ്റ് ബ്രഷ് ആൻഡ് ദ പെയിൻറ്റ്, യു നോ ഹൗ ഇറ്റ് ബിഹേവ്സ്. പക്ഷേ ആ ക്രിയേറ്റീവ് തോട്ട് പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി അറ്റ് ദ കോർ ഇറ്റ്സ് വെരി സിമിലർ. So if you give an amazing painter, an abstract artist, a bunch of ingredients and ask them to cook something, I feel like they'll come up with something new, but they may not have engaged with it that many times. Our craftsmanship in the thing is, I think, a function of time. But the idea of innovating, I think it's a function of
the person or the artist, and I feel like that's what ends up coming out. So ഞാൻ ഇന്നും കൂടുതൽ I've been meeting people who are like they are an architect but also an amazing filmmaker, or like they might be, you know, a designer and like something else. And even Rahman sir, he's like, he's so actually he's so multidisciplinary, like the way he visualizes things, or like the design mindset and all of that. And നമ്മള് മാക്സിമം അറിയുന്നത് ഈ ആസ് എ മ്യൂസിക് കമ്പോസർ, അതെ പ്രൊഡ്യൂസർ, അതെ. അറേഞ്ചർ, ആൻഡ് ആസ് എ മ്യൂസിഷ്യൻ, ആസ് എ മ്യൂസിക്കൽ ലെജൻഡ്. പക്ഷേ ആക്ച്വലി കുറേ കുറേ മൾട്ടി ടാലൻറ്റഡ്, മൾട്ടിപ്പിൾ മൾട്ടി ഫാസറ്റഡ് ആയൊരു ഇൻഡിവിജ്വലാണ് റഹ്മാൻ സാറും, ആൻഡ് സോ മെനി എനിക്ക് റഹ്മാൻ ആർട്ടിസ്റ്റ്. സാറിൻ്റെ പല ഇൻ്റർവ്യൂസും ഒക്കെ ഞാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സുഹാസിനി മേഡമായിട്ടുള്ളൊരു ഒരു സീരീസ് തന്നെ കണ്ടു. എനിക്ക് ഒരുപക്ഷെ എനിക്ക് പുള്ളിയുടെ മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ഒരു മ്യൂസീഷ്യൻ എന്നുള്ളതിനേക്കാൾ പുള്ളിയിലെ ഹ്യൂമൻ ബീങ്ങിനെ നമുക്ക് കുറെ കൂടി ഇഷ്ടപ്പെട്ടു പോകുന്നു. Yeah, he's incredible. I feel like he's super human. എല്ലാ പ്രാവശ്യവും റഹ്മാൻ സാറിൻ്റെ കൂടെ ഇൻട്രാക്ട് ചെയ്യാൻ കിട്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിൽ എനിക്ക് ഒത്തിരി പഠിക്കാൻ കിട്ടിയിട്ടുണ്ട്, and ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ലൈക്ക് സംതിങ് ആസ് സിമ്പിൾ ആസ് യു നോ ബീങ് സോ മൈൻഡ്ഫുൾ ഓഫ് all of the other people, or അവരെ I feel he's just seeing humans as humans, and that's such a beautiful thing. And ഒരു ഭയങ്കര ഒരു നിഷ്കളങ്കമായ ഒരു പ്യൂരിറ്റി ഉണ്ട് റഹ്മാൻ സാറിൻ്റെ ആ ഒരു എനർജിയിൽ. ആൻഡ് ഐ ഫീൽ ലൈക്ക് he really is always exploring, experimenting. പുതിയതായിട്ട് എന്തെങ്കിലും യുനോ ടെക്നോളജിക്കൽ ഡെവലപ്മെൻ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ സംടൈംസ് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈനിലായിരിക്കും, ഹീസ് ഓൾവേസ് ലൈക്ക് ലേണിംഗ് ന്യൂ തിങ്സ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ അതൊക്കെ കണ്ട് ഒത്തിരി ഒത്തിരി ഇന്നും കൂടുതൽ ഇൻസ്പയർ ആയിട്ടുണ്ട്. ആൻഡ് യുനോ ഐ ഫീൽ ലൈക്ക് സംടൈംസ് പീപ്പിൾ സേ പീപ്പിൾ ആർ അഫ്രേഡ് ടു മീറ്റ് ദെയർ ഐഡൽസ്. ഇത് ഇറ്റ്സ് ലൈക്ക് beyond my imagination, and I'm so grateful for that. നമുക്കറിയാം സാധാരണ ഈ ഗായകർ എന്ന് പറയുമ്പോൾ, സിംഗേഴ്സ് എന്ന് പറയുമ്പോൾ, ഈ പണ്ടൊക്കെ ഈ ഒരു ഫിലിം മ്യൂസിക് എന്ന് പറയുന്നൊരു ഇതാണ് അവരുടെ ഒരു എന്താണ് ഒരു എയിം, ഒരു ലക്ഷ്യം, അവരുടെ ഒരു അൾട്ടിമേറ്റ് സാധനം എന്നൊക്കെയാണ്. പക്ഷേ ആ സാഹചര്യമൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നൊരു കാലമാണ് അല്ലേ? അങ്ങനെ തോന്നുന്നുണ്ടല്ലോ അല്ലേ? സ്വാഭാവികമായിട്ട് ഈ ചെന്നൈ ചെന്നതിന് ശേഷം ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി. ആക്ച്വലി അതിൻ്റെ തുടക്കം കേരളത്തിലായിരുന്നു. ശരി. ഇവിടെ സ്കൂൾ പഠിക്കാൻ നേരത്തെ എൻ്റെ ഒരു ഫ്രണ്ട്, അവർ ഒരു ബാൻഡായിട്ട് ദേ വെന്റ് ടു ക്യാമ്പസ് റോക്ക് ഐഡൽസ്. സോ കേരളത്തിൽ ഉള്ളപ്പോൾ തന്നെ ഐ വാസ് സോ ഇൻട്രസ്റ്റഡ് ഇൻ ലൈക്ക് മേക്കിംഗ് original music, or just the idea of making something, and especially music. And one of the main things, okay, കേരളത്തിൽ നിന്ന് പുറത്തു പോയി കോളേജ് പഠിക്കുവാണെങ്കിലും I really felt wherever I was, I wanted to connect with musicians and make music. Like I wrote architecture exams at a college in Ahmedabad, you know, the national exams and all of that. പക്ഷെ ഇത് ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞപ്പോൾ ഇതായിരുന്നു, എവിടെ ചെന്ന് പെട്ടാലും ഞാൻ അവിടെ തപ്പി പിടിച്ച് എങ്ങനെയെങ്കിലും അവിടുത്തെ മ്യൂസീഷ്യൻസ് മീറ്റ് ചെയ്ത് I wanted to jam, make music and all of that. And Chennai, of course, it's as a city, the people are what make Chennai. So adangane it aligned, and I was happy that, you know, I was able to meet some amazing human beings and explore. കൂടുതൽ ഡോറുകൾ തുറന്നു കിട്ടുന്ന ഒരു തീർച്ചയായിട്ടും. ആൻഡ് ഐ ഫീൽ നമ്മൾ ആക്ച്വലി മ്യൂസിക്കൽ ഓർ സെൻസിബിലിറ്റി എന്ന് പറയുമ്പം through the years, something I've noticed is Kerala audience is very, very open. And it's very seldom, I mean, very often it's not about the language. So, ഏത് ഭാഷയിൽ പാടിയാലും ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് അംഗീകരിക്കുകയും അത് എൻജോയ് ചെയ്യുന്നതിൻ്റെ ഒരു ഐ ഫീൽ ലൈക്ക് ഒരു കൾച്ചർ ഇവിടെ ഭയങ്കര സ്ട്രോങ് ആണ്. ആൻഡ് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് മാത്രമല്ല, എനി ജോൺറ, വേറെ എന്ത് സ്റ്റൈൽ ഓഫ് മ്യൂസിക് ആയാലും, language വേറെ ആയാലും, I feel like people are more open and accepting of new music in Kerala generally. And I feel maybe that might be a reason why I was seeking more music, or like more open to things. And being in Chennai facilitated a lot of interaction with people who I may not have met otherwise. People from so many different cultural backgrounds, musical backgrounds, all of that. So that was pretty amazing. ലിറിസിസ്റ്റ് എന്നൊരു ഒരു പൊസിഷൻ അതെങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത്? സ്കൂൾ പഠിക്കുമ്പം ഞാൻ പോയംസ് എഴുതായിരുന്നു. പിന്നെ അത് slowly I think the poetry writing kind of evolved into songwriting. And a lot of times I feel ഈ വോക്കൽ മെലഡിയും വേർഡ്സും
ഒത്തിരി ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ ചേർന്ന് വരുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഐ ഫീൽ ലൈക്ക് ദാറ്റ് ഇസ് വെരി when that happens it's very beautiful and I love following that path and seeing where it takes me. So I really enjoy the beauty in words. ഓരോരോ ലാംഗ്വേജിന് അതിൻ്റേതായിട്ടുള്ള കളറുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഒരു സൗണ്ട് ഉണ്ട്. സോ സംടൈംസ് ഈ ഇൻസ്ട്രുമെൻറ്റ് പിക്ക് ചെയ്യുന്ന പോലെ ഇറ്റ്സ് ലൈക്ക് ചൂസിങ് ടു പെയിൻറ്റ് വിത്ത് വാട്ടർ കളർ ഓർ ചൂസിങ് ടു പെയിൻറ്റ് വിത്ത് oil paint. So the medium is slightly different, but you're still painting, you know, the colors might be the same or like. So I feel like അങ്ങനെയാണ് തമിഴിൽ ലിറിക്സ് എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ലിറിക്സ് എഴുതുമ്പോഴോ I feel like the medium is slightly different, but you're still choosing to express in very similar, you know, geographies or whatever. So I feel it is one more medium to express. But sometimes words പോരാ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട് ചില ഇമോഷൻസ് ഓർ എക്സ്പ്രഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. പക്ഷേ വേർഡ്സും കൊണ്ട് ഒത്തിരി തിങ്സ് ആർ പോസിബിൾ ആൻഡ് ലൈക്ക് ദ വേ യു സ്ട്രിങ് വേർഡ്സ് ആൻഡ് ആ വേർഡ് പ്ലേ ഇങ്ങനെ ഓൾമോസ്റ്റ് ലൈക്ക് പസിൽസ് പോലെ. സോ ഐ റിയലി ലവ് ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ദ സോങ്സ് ആൻഡ് ദ ഡിഫറെൻറ്റ് വേസ് ടു എക്സ്പ്രസ് ദീസ് വേർഡ്സ്. ഈ മലയാളത്തിൽ കാമുകന്മാരുടെ ഒരു കൾട്ട് കാമുകയാണ് ഈ അന്ന എന്നുള്ളൊരു നിരസുല്ല അന്ന എന്നുള്ളത് ആൻഡ്രിയയുടെ കഥാപാത്രം. ആ അന്നയുടെ ശബ്ദം അതെങ്ങനെയാണ് ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ? സ്കൂൾ ടൈം തൊട്ട് എനിക്ക് ആക്ച്വലി ആക്ടിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പം ലൈക്ക് ഒത്തിരി ഡ്രാമ ഇതിലൊക്കെ തിയേറ്റർ ഇതിൽ ഐ യൂസ് ടു I loved exploring. Again, it was like a new medium to express, explore, or like be in a place. നമ്മൾ സംടൈംസ് നമ്മുടെ ജീവിതത്തിലുള്ള ലൈഫ് എക്സ്പീരിയൻസസ് മൈറ്റ് ബി സംതിങ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും ആ കഥാപാത്രത്തിൻ്റെ സിറ്റുവേഷൻ. സോ അത് നമ്മളിങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും. അപ്പോൾ അതൊക്കെ ആ ഒരു തോട്ട് പ്രോസസ്സൊക്കെ ഒന്ന് ജസ്റ്റ് ടു പ്ലേ വിത്ത് ദാറ്റ്സ് വാട്ട് ഇറ്റ് വാസ് വെരി എക്സൈറ്റിംഗ്. ആൻഡ് അഗെയിൻ ഐ ഫീൽ ലൈക്ക് ഐ മിസ്ഡ് ദാറ്റ്. കോളേജ് പഠിക്കുമ്പം അത്രയും തിയേറ്റർ സൈഡിലൊന്നും അങ്ങനെ കാര്യമായിട്ട് എൻഗേജ് ചെയ്തില്ല. ആൻഡ് ഒത്തിരി നാൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്ലേ ബാക്ക് പാടി വരുമ്പം കടലിൽ മണിരത്നം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയായിരുന്നു. ലക്ഷ്മി മഞ്ജുയുടെ ക്യാരക്ടറിന് വേണ്ടി കടലിൽ തമിഴിൽ ഡബ് ചെയ്തായിരുന്നു. പിന്നെ ഐ ഫീൽ ലൈക്ക് ഇറ്റ് കൈൻഡ് ഓഫ് റീകിൻഡിൽഡ് ദിസ് ദിസ് പാഷൻ ഓർ ദിസ് ഇൻട്രസ്റ്റ്. ആൻഡ് ശരിക്കും പറഞ്ഞാൽ പ്ലേ ബാക്ക് ഇസ് ഓൾസോ ലിറ്റിൽ ബിറ്റ് ലൈക്ക് ദാറ്റ്. ലൈക്ക് നമ്മൾ ഒരു ക്യാരക്ടറിന് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറിൻ്റെ ലൈഫ് പറയുന്നതായിരിക്കും മോസ്റ്റ്ലി ഈ സോങ്സ്. അല്ലെങ്കിൽ അവർ പാടുന്നതോ അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ കുറിച്ചായിരിക്കും ഈ സോങ്സ്. ആൻഡ് ആ ക്യാരക്ടർ എങ്ങനെയാണ്, ഭയങ്കര പാവമാണോ അല്ലെങ്കിൽ ഒരു ഭീകരയാണോ, അങ്ങനെയൊക്കെ ഓർത്തിട്ട് അപ്പോൾ അതൊക്കെ ഇമാജിൻ ചെയ്തിട്ടാണ്. ആൻഡ് ആ മ്യൂസിക്കിലും അതിൻ്റെ ഒരു കളേഴ്സ് ഉണ്ടാവുമല്ലോ. ലൈക്ക് അല്ലെങ്കിൽ സംടൈംസ് ആ കഥാപാത്രത്തിൻ്റെ ഇതിനെപ്പറ്റി ആയിരിക്കില്ല, ഒരു നറേറ്ററിൻ്റെ ഒരു POV എന്നായിരിക്കും ആ പാട്ട് പറയുന്നത്. സോ ഇതൊക്കെ ഒരു ജസ്റ്റ് ലൈക്ക് പുട്ടിങ് മൈസെൽഫ് ഇൻ ദോസ് ഷൂസ്. ആൻഡ് ഡബ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ വോയിസ് ഓവർ ചെയ്യുന്നത് ഇറ്റ്സ് ലൈക്ക് വെരി എക്സൈറ്റിംഗ് ബിക്കോസ് വോയിസ് മാത്രം ഉപയോഗിച്ച് എത്രത്തോളം എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കഥാപാത്രം the life experience they're going through or the emotions that they're going through. So that was very exciting. And of course Rajiv Ravi is so incredible. And ആ സ്റ്റോറി കേട്ടപ്പോൾ തന്നെ ഓഫ് കോഴ്സ് ഇറ്റ്സ് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കഥയായിരുന്നു. ആൻഡ് അന്നയുടെ ക്യാരക്ടറും ഭയങ്കര ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു കൾട്ട് character. Yeah. And the character was from Vipin. So, and from, very close to home. So, അതൊക്കെ ഭയങ്കരം. ആൻഡ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ കൊച്ചിയിൽ ഇങ്ങനെ ചിത്രീകരിച്ച് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് സോ ഡിഫറെൻറ്റ് ടു സീ those shots, the compositions, the way it was കണ്ട് ശീലിച്ചൊരു കൊച്ചിയൊന്നുമല്ലല്ലോ, കണ്ട് ശീലിച്ചൊരു കൊച്ചി അല്ല. ഭയങ്കര ഒരു വ്യത്യാസം ഒരു ലൈക്ക് the way the eye with which he saw Kochi was definitely very different. ഭയങ്കര മെമ്മറീസ് ആയിരിക്കും അല്ലേ സ്വാഭാവികമായിട്ട് ചെയ്യുമ്പോൾ. കൊച്ചിയൊക്കെ കണ്ട് സ്ഥലങ്ങൾ കടന്നു പോയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് പടം കൊച്ചി എല്ലാ പ്രാവശ്യവും വരുമ്പം കൊച്ചി പഴയ കൊച്ചിയല്ല. എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പക്ഷെ എന്നാലും ഈ സിനിമയിൽ കൂടെ കണ്ട കൊച്ചി വാസ് സോ ഡിഫറെൻറ്റ്. ഭയങ്കര ഒരു പോയറ്റിക് ഐ കൂടെ എടുത്തിരിക്കുന്ന ഭയങ്കര ബ്രില്യൻ ക്യാമറയും ഒക്കെ ആണല്ലോ. നമ്മൾ കണ്ടിട്ട് നമുക്ക് എത്ര കണ്ടാലും മതി വരാത്തൊരു സിനിമയും കൂടെയാണ് ഈ. പക്ഷെ എനിക്ക് അങ്ങനെ ഡബിങ് അങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ? ഒരു 3-4 പടം ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടുള്ളൂ. അത് സീരിയസിൻ്റെ അല്ല. ഐ ഫീൽ ലൈക്ക് when the character is interesting or exciting or when I feel
I'm able to add value to do that, then I think I would love to take it up. So അന്നയും റസൂലും കഴിഞ്ഞിട്ട് മലയാളത്തിൽ ചെയ്ത ഡബ് നിഴലിലായിരുന്നു, നിഴലില്. നയൻതാരയുടെ ക്യാരക്ടറിന് വേണ്ടി. പിന്നെ ചാർലിയുടെ ഒരു അഡാപ്റ്റേഷൻ എടുത്തായിരുന്നു തമിഴില്, മാര എന്ന് പറഞ്ഞു. അതിന് ശ്രദ്ധാ ശ്രീനാഥിന് വോയിസ് ഡബ് ചെയ്തായിരുന്നു. അഗൈൻ അത് മൊത്തം പാൻഡമിക്കിന്റെ സമയത്ത് റിമോട്ടായിട്ടാണ് ചെയ്തത്. സോ ഞാൻ ഇതുവരെ ഡയറക്ടറിനെ മീറ്റ് ചെയ്തിട്ടില്ല, IDസിനെ ആരും മീറ്റ് ചെയ്തില്ല. പക്ഷെ ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സാണ്, എല്ലാവരും സൂം കോളിലൂടെ ഫ്രണ്ട്സായി ഞങ്ങൾ റിമോട്ടായിട്ടാണ് ചെയ്തത്. സോ അത് ചെയ്തപ്പം ഒത്തിരി ഈ ക്യാരക്ടറിന്റെ മൈൻഡ് സെറ്റ് അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഓർ ലൈക്ക് ദിലീപ് ആണ് മാരയുടെ ഡയറക്ടർ, ആൻഡ് നിഴൽ ചെയ്യുമ്പോഴും അപ്പു ഭട്ടാതിരി ഡയറക്ട് ചെയ്ത ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ഇമാജിനേഷൻ ഇല്ല, ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണോ, ഷീ ഈസ് വെരി സ്ട്രോങ്, ഓർ ലൈക്ക് the way that character would say something. So I feel like that is what excites me, the opportunity to go into those spaces, thought processലും മൈൻഡിലും അതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ എങ്ങനെ ചെയ്യും, ഓർ ലൈക്ക് ദോസ് getting to play with those things that I don't usually get to play with. So I think that's the most exciting thing about doing a voiceover or a dub. And അങ്ങനത്തെ അവസരങ്ങൾ കിട്ടുമ്പം I definitely try to engage with it and like എനിക്ക് ശക്തിശ്രീ എന്ന പേരിനോട് ഏറ്റവും കൂടുതൽ ഒരു അടുപ്പം എന്ന് പറയുന്നത് എൻ്റെ മകൾ ഈ ചാർലിയുടെ പാട്ടില്ലേ പൊന്നേരികളൊക്കെ രാവിലെ സ്കൂളിൽ പോയിട്ട് വണ്ടിക്കകത്ത് കയറി ഫോൺ എടുത്തിട്ട് ആദ്യം പ്ലേ ചെയ്യുന്നത് ഇതായത് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക, ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. അപ്പോൾ അതാണിപ്പോൾ എനിക്ക് ആ പാട്ട് അതുപോലെ തന്നെ ഈ മലയാളത്തിലധികം ഇപ്പോൾ തല്ലുമാലൊരു പോർഷൻ ഒരു ചെറിയ സാധനങ്ങൾ നമ്മൾ ഇങ്ങോട്ടധികം അങ്ങനെ വന്ന് പാടാറില്ല എന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടമുണ്ട്, എനിക്ക് വിരോധമൊന്നുമില്ല. ബട്ട് ഐ ഫീൽ ലൈക്ക് ഐ ഡോണ്ട് നോ, ഐ വുഡ് ലവ് ടു സിംഗ് മോർ ഇൻ മലയാളം. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ ജനിച്ചോളന്നല്ല ഇവിടെയാണ്. സോ ഐ ഫീൽ ലൈക്ക് മലയാളത്തിൻ്റെ സൗണ്ടിൽ ഒരു ബ്യൂട്ടി ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് ഫ്രഞ്ച് കേൾക്കുമ്പം അതിനൊരു അഴകുണ്ട്, അല്ലെങ്കിൽ ഇറ്റാലിയൻ കേൾക്കുമ്പം ഓർ ജാപ്പനീസ് കേൾക്കുമ്പോൾ ഓരോ ഭാഷയ്ക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സോണിക് ക്വാളിറ്റി ഉണ്ട്. ആൻഡ് അതേപോലെ മലയാളം ഐ ഫീൽ ലൈക്ക് മലയാളത്തിലുള്ള വേർഡ്സ്, ചില വേർഡ്സ് വേറെ ഒരു ഭാഷയിലും അതിനെ നമുക്ക് അതിൻ്റെ എത്ര ട്രാൻസ്ലേറ്റ് ചെയ്താലും അത് ഈക്വൽ ആകും. അതേപോലെ തമിഴിലും അങ്ങനത്തെ വേർഡ്സ് ഉണ്ട്. സോ ഞാൻ ചെറുപ്പം മൈ മദർ ടങ് ഇസ് തമിഴ്, സോ ഐ ഗ്രോ അപ്പ് സ്പീക്കിംഗ് തമിഴ് അറ്റ് ഹോം, മലയാളം ആൻഡ് ഇംഗ്ലീഷ് വിത്ത് ഫ്രണ്ട്സ്. സോ ഇറ്റ്സ് ലൈക്ക് തമിഴ് ആൻഡ് മലയാളം ആർ സോ ക്ലോസ് ടു മൈ ഹാർട്ട്. So I would love to sing more in Malayalam. Maybe I hope that I get more opportunities to sing more. ഈ മലയാളത്തിൽ അങ്ങനെ ഇഷ്ടമുള്ളൊരു പാട്ട് അല്ലെങ്കിൽ എപ്പോഴും മൂളുന്നൊരു പാട്ടുണ്ടോ മലയാളത്തിൽ? പിന്നെ ഒത്തിരി ഉണ്ട്. ഒരെണ്ണം പെട്ടെന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ആയിരം കണ്ണുമായി ഒത്തിരി ഇഷ്ടമുള്ള സോങ്. ശരി. പിന്നെ എത്രയോ ജന്മമായി, അതൊക്കെ ഒത്തിരി ഞാൻ സ്കൂൾ ടൈമിലൊക്കെ ഒത്തിരി പാടുമായിരുന്നു. ശരി. ആൻഡ് ഐ ഫീൽ വിദ്യാസാഗർ സാറിൻ്റെ കുറേ സോങ്സ് ഉണ്ട് ദാറ്റ് ആർ ലൈക്ക് സോ ബ്യൂട്ടിഫുൾ. ആൻഡ് ഇപ്പോൾ ഓഫ് കോഴ്സ് സുഷീൻ ശ്യാം, ഹിഷാം അബ്ദുൽ വഹാബ്, പിന്നെ വിഷ്ണു വിജയ്, ഇവരുടെയൊക്കെ കട്ട ഫാനാണ് ഞാൻ. ഐ ഫീൽ ലൈക്ക് പുതിയ പാട്ടൊക്കെ ഇറങ്ങുമ്പം ഞാൻ അപ്പം തന്നെ പോയി പിന്നെ ഒത്തിരി ഫ്രണ്ട്സിനെ കേൾക്കും, എടാ ഈ പാട്ട് കേൾക്കണമെന്നൊക്കെ. ഐ ഫീൽ ലൈക്ക് അതൊരു ഹരമാണ്. എനിക്കിങ്ങനെ പോയി അടിപൊളി പാട്ട് കേൾക്കുമ്പം വേറെയും ഫ്രണ്ട്സിനെ കേൾപ്പിക്കണം, അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഡിസ്കവറിങ് എ ബോക്സ് ഓഫ് കുക്കീസ്. ഐ എം ലൈക്ക് ഇതാ യു ഹാവ് ടു എക്സ്പീരിയൻസ് ദിസ് അങ്ങനെ പറഞ്ഞിട്ട്. സ്വാഭാവികമായിട്ടും അവിടുത്തെ ഫ്രണ്ട്സിനിടയ്ക്ക് എൻ്റെ ലാംഗ്വേജിൽ നിന്ന് ഒരു ഗംഭീര പാട്ട് എന്നുള്ള മട്ടിൽ തീർച്ചയായിട്ടും. ഞാൻ ഈ വിക്കിപീഡിയ ഇങ്ങനെ നോക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരാളെ കാണാൻ വരുമ്പോൾ എന്താണെന്ന് നോക്കണമല്ലോ. പാട്ടുകളറിയാം, പാട്ടിനപ്പുറത്തേക്ക് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ അതിനകത്ത് ആക്ടിവിസ്റ്റ് ഒന്ന് ആ വിക്കിപീഡിയയിൽ മാർക്ക് ചെയ്തിട്ടുണ്ടോ? ഇതെന്താണത്? അതെന്താണ്? എനിക്ക് ന്യൂസാ, എനിക്കറിഞ്ഞോടാ, എനിക്ക് ഇങ്ങനെ പറഞ്ഞതാ, ഞാൻ നോക്കായിരുന്നു. ഞാനത് ചോദിക്കണത് കാരണം ആക്ടിവിസ്റ്റ് ഇതൊന്നും പോരാ, ഞാൻ ആക്ടിവിസ്റ്റോ, അപ്പം അതെന്തായിരിക്കും വിക്കിപീഡിയ ആരാണാവോ തുടങ്ങുന്നത്? എനിക്കറിഞ്ഞോ, ഐ ഡോണ്ട് നോ ജസ്റ്റ് ചോദിക്കണമെന്ന് വിചാരിച്ചുള്ളൂ. ഒരു സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ 18 വയസ്സ് വരെ കേരളത്തിൽ ജീവിച്ച് അത് കഴിഞ്ഞ് ചെന്നൈയിലേക്ക് പോയി. അപ്പോൾ വളരെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇപ്പോൾ മ്യൂസിക്കിന് തന്നെ പല വേർഷൻ പല സ്റ്റേജുകളിൽ ഇങ്ങനെ സജീവമാകുന്നുണ്ട്. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഇവിടെ നമ്മൾ ഈ ഒരു വളർച്ച അല്ലെങ്കിൽ ഈ ഒരു യാത്ര വേറെ തടസ്സങ്ങൾ കംഫർട്ട് തന്നെയല്ലേ നമ്മൾ? Being a woman, I would say it's definitely, I would think it is tougher, but I have not lived the life of a man, so I cannot ever fully say it.
But all I can say is I think I have I have aspired to, and I continue to aspire to operate beyond gender. So ഞാനൊരു സ്പിരിറ്റാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിൽ ഈ ലോകത്ത് പുറത്ത് വന്നു എന്നതേ ഉള്ളൂ. അത് എനിക്ക് ഇറ്റ് വാസ് നോട്ട് സംതിങ് ദാറ്റ് വാസ് ഡിസൈഡഡ് ബൈ മീ or defined by me. And I feel like more and more, I mean, or that's how I see people or I interact with people. And I think that is at the core of it. പക്ഷെ ഓഫ് കോഴ്സ് പുറം ലോകം എന്നൊരു സംഭവമുണ്ട്, സമുദായം എന്നൊരു സംഭവമുണ്ട്, കുറേ അമേസിങ് പീപ്പിൾ ഉണ്ട്. ബട്ട് ദർ ആർ ഓൾസോ not so amazing human beings because of whatever reasons. So തീർച്ചയായിട്ടും ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് സംതിങ് ആസ് ബേസിക് ആസ് രാത്രി 10-10:30 മണിക്ക് വീട്ടിൽ നിന്ന് നടന്നുപോയി ഞാനൊരു ചായ കുടിച്ചിട്ട് വരട്ടെ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ വീട്ടിൽ. ലൈക്ക് ബിക്കോസ് നമ്മൾ മാത്രമല്ല വീട്ടിലത്തെ വീട്ടുകാരും ദേ വിൽ ബി വറീഡ് ഫോർ യുവർ സേഫ്റ്റി. So I feel it's 2023 and still, but I feel I have a brother and I have friends who identify as male and who are men and who could probably 10 മണിക്കോ 11 മണിക്കോ ഞാനൊരു ഷാർജ ഷേക്ക് അടിച്ചിട്ട് വരാം എന്ന് പറയാൻ പറ്റും. ഷെടാ ഇത് എനിക്കും ചെയ്യണമല്ലോ, അങ്ങനെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ആൻഡ് ഗ്രോയിങ് അപ്പ് ഓഫ് കോഴ്സ് I became aware of it because my brother, I would be like, അവന് മാത്രം എന്താ ഡിഫറെൻറ്റ് റോൾ, എനിക്ക് എന്താ ഡിഫറെൻറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ there will be an age where you will also ask these questions. തർക്കുത്തരം ചോദിക്കരുതെന്ന് പറഞ്ഞാലും നമ്മളിങ്ങനെ ചോദിക്കാൻ തോന്നും because you are like, but then you understand, okay, it's for your own safety or protection. But എസ്പെഷ്യലി നമ്മൾ കൺവെൻഷണൽ പാത്തിൽ നിന്ന് മാറി വേറെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഓഫ് കോഴ്സ് പേരൻസിനാണെങ്കിലും വെൽവിഷേഴ്സിനാണെങ്കിലും there would be that concern because it's an unknown, right? ഇപ്പം നമ്മൾ സ്കൂൾ കഴിഞ്ഞിട്ട് കോളേജ് കഴിഞ്ഞിട്ട് ക്യാമ്പസ് സെലക്ഷനിൽ ഒരു ജോലി കിട്ടുവാണ് ഇതൊക്കെ ആണെങ്കിൽ പീപ്പിൾ ആർ മോർ ദേ നോ ഓക്കെ ഇറ്റ്സ് എ നോൺ തിങ്, അറിയാവുന്ന ഒരു പാത്താണ്, അതിലെന്താ ചാലഞ്ചസ് വരുന്നതെന്നൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ life is, however unpredictable life is, people like to believe that okay, this is predictable, so I know how to deal with it. But when it is arts, any arts, if you're a dancer or a singer or musician or whatever, the main concern is you don't know what are the challenges that's going to come, or you don't know ഒത്തിരി late night hours ഉണ്ടാവും അല്ലെങ്കിൽ or whatever, and it generally comes from a good place. But I believe that the main thing, disadvantage എന്ന് പറയാൻ പറ്റത്തില്ല, but one of the biggest challenges that most women in arts, or like at least from what I know, is the concern for safety. And of course it is not without any foundation. It's a very valid concern. അത് right from അതെങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ like parents who may not be willing to allow or give permission for their daughter to go, maybe ഇച്ചിരി ലേറ്റ് നൈറ്റ് ആണെങ്കിൽ they would be like എന്തിനാ വെറുതെ റിസ്ക് എടുക്കണ്ട. അങ്ങനെ നമ്മൾ അപ്പം അങ്ങനെ ആസ് മെനി ഓപ്പർച്യൂണിറ്റീസ് ദർ ആർ അവൈലബിൾ ടു മെൻ, അത് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് അല്ല ആക്സസിബിൾ ടു വിമൻ. അപ്പോൾ ഇത് കൂടുതൽ ഇക്വാലിറ്റീനെ കുറിച്ചല്ല, ഇക്വിറ്റബിലിറ്റിനെ കുറിച്ചാണ്. ലൈക്ക് ആൻഡ് ദാറ്റ്സ് അബൌട്ട് ഹാവിങ് ആക്സസ് ടു ദ സെയിം ഓപ്പർച്യൂണിറ്റീസ്, നോട്ട് അബൌട്ട് ആൻഡ് അഗൈൻ നോട്ട് അബൌട്ട് ടോക്കണിസം, ബട്ട് just അതേ അവസരങ്ങൾ if a woman also has, then that's when we are at a really good place as a society. And I feel we all have to work together to strive to that, and it's not the responsibility of only women or only men or only trans people, and like it's or anyone else, right? Like I feel like we should all be able to create a society that anyone can actually thrive in, whether they are regardless of what they identify as. Even if if someone identifies as gender non-binary, or like if they want to identify as woman but they were born as a man, like in the element, I feel like I wish we could be in a place where we look at people as just individuals beyond gender and what they want to do and contribute and how they want to be a part of society and how we can integrate them. Maybe ഇതായിരിക്കും ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചുമ്മാ പറഞ്ഞാൽ. ഈ ഞാൻ ശ്രദ്ധിക്കുക ഈ റിയാലിറ്റി ഷോകളിൽ നമ്മുടെ കുട്ടികളുമായിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പാടുന്നുണ്ട്. അവരുടെ ടാലൻസ് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? വളരെ ചെറിയ കുട്ടികളല്ലേ അവർ, പക്ഷേ ഭയങ്കര ഇൻസ്പയറിംഗ്. ലൈക്ക് ആൻഡ് ഇതൊക്കെ കാണുമ്പോൾ ലൈക്ക് സംടൈംസ് ദെയർസ് ലൈക്ക് നോ എക്സ്പ്ലനേഷൻ ബിക്കോസ് ദാറ്റ് ഈ ഹാർഡ് വർക്ക് ചെയ്ത് കുറേ ലൈക്ക് പ്രാക്ടീസ് ചെയ്യണം. അതൊക്കെ നമ്മൾ
നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ലൈക്ക് ഈ എന്ത് എന്ത് കലയാണെങ്കിലും അതിൽ കുറേ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അത് ബെറ്റർ ആവും. പക്ഷെ ഇങ്ങനെ ചെറിയ ഇങ്ങനെ ചുണ്ടക്ക സൈസിൽ കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ പാടുമ്പം ഇറ്റ്സ് ലൈക്ക് സോ അമേസിങ് ആൻഡ് സോ പ്യുവർ. ആൻഡ് ദാറ്റ്സ് വെൻ ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ്, അതിന് വേറെ എന്ത് എക്സ്പ്ലനേഷൻ. അവര് ഈ ലോകത്ത് വന്നിട്ട് പോലും അധികം കൊല്ലമായിട്ടില്ല. അതെ അതെ അതെ. അപ്പോൾ there is no way they could have clocked in so many hours of rehearsal. And I feel like that's when it really feels like, you know, a gift from the universe. And I feel like their soul or their spirit just shines through something. അവർക്ക് പോലും അവരെന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവാനുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടോയെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതൊക്കെ കാണുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് മാജിക്കൽ. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. മ്യൂസിക്കിന് പുറത്ത് എന്താണ് ശക്തിശ്രീ? വാവ്, അത് ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആയിപ്പോയല്ലോ. ടഫൊന്നുമില്ല. I feel like I love making things. Cooking ഭയങ്കര ഇഷ്ടമാണ്. Or like arts and crafts or drawing and painting. Or I like making things. ഒത്തിരി ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. ഇങ്ങനെ നേച്ചർ സ്പേസസ്, ഇതൊക്കെ ഈ ബേർഡ്സ് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ എന്ത് രസമാണ്. ലൈക്ക് ഇറ്റ്സ് സോ നൈസ്. ട്രെക്കിംഗ് ഇഷ്ടമാണ്. ഇൻട്രസ്റ്റിംഗ് ഹ്യൂമൻ ബീങ്സിനെ മീറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. Or like new life experiences, like festivals or, you know, different sahajaryangal. Like I love exploring. There are a lot of times traveling brings all of these things together, like the opportunity to meet uh, amazing people or interesting people, or like the opportunity to be in new places. But I feel like I always love making something or being in an environment where that energy is there, only in collaboration with other people or on my own. The opportunity to create is something that I find myself chasing it. പേരിൽ തന്നെ ഒരു ശക്തിയുണ്ട് എനിക്ക് Okay. തോന്നുന്നു. ആ പേരിൻ്റെ ശക്തി തന്നെയാണോ ഇങ്ങനൊരു ബോൾഡായിട്ട് കാര്യങ്ങൾ പറയാൻ ഒരു പണ്ടേ എങ്ങനെയാണോ നേച്ചർ എങ്ങനെയാണോ? അതറിഞ്ഞൂടാ. പണ്ടേ ചെറുപ്പം മുതൽ ശബ്ദം ഇങ്ങനെയായിരുന്നു. അപ്പൊ അത് കുറെ സ്കൂൾ ടൈമിൽ എന്നെ ചോദിച്ചിട്ടുണ്ട്, ലൈക്ക് വൈ ഇസ് യുവർ വോയിസ് ലൈക്ക് ഇറ്റ്സ് ഡിഫറെന്റ്, ഓർ ഐ ഡോണ്ട് നോ വൈ ഐ സ്റ്റാർട്ട് സ്പീക്കിംഗ് ലൈക്ക് ദിസ്. ബട്ട് തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻസ് ഐ ഡോണ്ട് നോ. ഇടയ്ക്ക് ഐ മീൻ when I was younger, I used to definitely, I think, speak more, speak fast, and speak about a lot of things. And then I feel like uh, I was a little bit more careful and a little bit more mindful, because നമ്മൾ കുറേ പ്രാവശ്യം നമ്മുടെ മനസ്സിലുള്ള തോട്ട്സ് ഷെയർ ചെയ്യുമ്പോഴും എല്ലാവരും അത് അപ്രീഷിയേറ്റ് ചെയ്യണമെന്നില്ല. ആൻഡ് ഓൾസോ ദ വേ പീപ്പിൾ റെസ്പോണ്ട് ആൻഡ് ദ വേ പീപ്പിൾ, ബട്ട് ദാറ്റ് ഈസ് എ പ്ലേസ്, ഇഫ് ദർ ഇസ് എ സേഫ് സ്പേസ് where you can openly share your ideas and thoughts without risking offending people, or without, you know, having the fear, oh ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവോ, അങ്ങനെയൊന്നും ഇല്ലാതെ, ബട്ട് വെൽക്കമിങ് അതർ പീപ്പിൾ, ചാലഞ്ചിങ് നമ്മുടെ പെർസ്പെക്റ്റീവ്, ഓ ബട്ട് വൈ ഡു യു തിങ്ക് ലൈക്ക് ദിസ്, ഇങ്ങനെ ഓർത്താലോ. ആൻഡ് that will happen only if we share our opinion. അപ്പോൾ മേ ബി ഒരു തോട്ട് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുമ്പം വേറെ ആരെങ്കിലും പറയും, but what if it's like this? So it's always exciting to change that and be like, oh അതല്ലേ നമ്മളെന്താ അങ്ങനെ ഓർക്കാത്ത, or whatever, or maybe that's a different way of thinking at it. So I feel like I welcome challenges to thoughts, opinions. And എവിടെയോ ഞാൻ വായിച്ചായിരുന്നു, സ്ട്രോങ് ഒപ്പീനിയൻസ് ലൂസ്ലി ഹെൽഡ്. എന്നുവെച്ചാൽ എന്തെങ്കിലും, if you're believing in something or if there is an opinion, it's very strong, but always open to yes, those ideas being challenged, or like being able to grow, or being able to get like a different or a better perspective on things. So I enjoy conversation, and this conversation has been amazing. Thank you. താങ്ക് യു. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ശക്തിയുടെ ഈ പാട്ടിനെക്കാളും എനിക്ക് കുറേ കൂടെ ഇഷ്ടപ്പെട്ടത് ഈ സംസാരമാണ്. Thank you so much. ഞാൻ തുടക്കത്തിൽ ചോദിച്ച പോലെ ആ കാലത്ത് നമ്മൾ കേരളത്തിൽ ഇല്ലാതിരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ. ഇപ്പോൾ ഇതേപോലെ നമ്മുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കായിട്ട് വരാൻ പറ്റുക, പെർഫോം ചെയ്യാൻ പറ്റുക. ഓഫ് കോഴ്സ് ഇപ്പോൾ നമുക്ക് ഓൺലൈൻ അടക്കമുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഫെസ്റ്റിവലുകളിൽ കൂടുതൽ വരുന്നു, അതൊരു ഭയങ്കര സ്വാഗതാർഹമായ കാര്യം. കാരണം ഇത് കാണാനും ആളുകൾ വരുന്നു, ടിക്കറ്റ് എടുത്ത് കാണുന്നു എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും. And I feel like it is so amazing, so beautiful, that independent music has been growing through the years, and I feel like it is going to continue to grow and become, നമ്മൾ ആരും ഓർക്കാത്ത അളവിൽ, I feel like it's going to become a huge force, because the amount of talent is incredible in like all of India. And if കേരളം മാത്രം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തമിഴ്നാട് മാത്രം നോക്കുകയാണെങ്കിലും ഒത്തിരി ടാലൻറ്റഡ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസ് ആൻഡ് ആർട്ടിസ്റ്റ് are there.
ആൻഡ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ബിക്കോസ് നൗ പീപ്പിൾ ആർ അഗൈൻ പറഞ്ഞ പോലെ മോർ ആൻഡ് മോർ ഇന്റർഡിസിപ്ലിനറി. അപ്പോൾ ഈ മ്യൂസിക് പ്ലസ് വിഷ്വൽസ് അങ്ങനെ എല്ലാം പ്ലസ് ലൈവ് പെർഫോമൻസ് അങ്ങനെ ഒരു പ്ലസ് 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 ഇങ്ങനെ കൂടുതൽ തിങ്സ്. അപ്പോൾ ഒരു ഇൻറ്റഗ്രേറ്റഡ് ഒരു എക്സ്പീരിയൻസ് ആയിട്ടും ഒരു ഔട്ട്പുട്ട് ഒരു എക്സ്പ്രഷൻ ആയിട്ടാണ് ഇപ്പോൾ ആൾക്കാർ കൂടുതൽ അതൊക്കെ ചെയ്യുന്നത്. സോ അതൊക്കെ കാണാൻ ഇറ്റ്സ് സോ എക്സൈറ്റിംഗ് ആസ് എൻ ആർട്ടിസ്റ്റ് ടു ബി ടു ഹാവ് ദി ഓപ്പർച്യൂണിറ്റി ടു ബി ഇൻ ദിസ് ടൈം ആൻഡ് ടു സീ ദിസ് സ്റ്റേറ്റ് ഓഫ് ചേഞ്ച് ഓർ ദിസ് ഫ്ലക്സ് ഹാപ്പനിങ്. എസ്പെഷ്യലി കേരളത്ത് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്നതിന് എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. ആൻഡ് ഐ എം സോ ഹാപ്പി. ആൻഡ് ഇന്നും ബാൻഡ് ഞങ്ങളൊക്കെ വന്നപ്പോൾ എന്ത് രസമല്ല ഇങ്ങനെ മരങ്ങളുടെ ചുറ്റ് ലൈക്ക് പാറകളൊക്കെ നടക്കും നമ്മളിങ്ങനെ ഒരു സ്റ്റേജ് ലൈക്ക് ടു ദി ഓപ്പർച്യൂണിറ്റി ടു പെർഫോം ദാറ്റ്. ഇതൊരു ക്വാറിയായിരുന്നു പറഞ്ഞു വിശ്വസിക്കും. Yeah, I was just asking the story of how this place came to be, and I think it's beautiful. I wish that more governments would, more state governments would do more to support the arts. And ingane intimate festivals or music festivals ആണ് ആർട്ട് ഫെസ്റ്റിവൽസ് ആണെങ്കിലും നമ്മൾ നടക്കുമ്പം ഈ ഡിജിറ്റൽ ലോകമല്ലാതെ ഈ ആൽഗരിതംസ് ഡിസൈഡ് ചെയ്യുന്ന നമ്മൾ അങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. ഈ ആൽഗരിതം നമ്മൾ എവിടെ കൊണ്ടുപോകുന്നോ അവിടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അതല്ലാതെ ഇങ്ങനത്തെ ഒരു അനലോഗ് ഫെസ്റ്റിവൽ ലൈക്ക് റിയൽ ലൈഫ് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ നമുക്ക് ഹ്യൂമൻ ബീങ്സിനെ മീറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടും, എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം കിട്ടും. ഇങ്ങനെ ബേർഡ്സ് കേൾക്കാനും അതിൻ്റെ കൂടെ മ്യൂസിക് എക്സ്പീരിയൻസ് ചെയ്യാനും അങ്ങനത്തെ ഒരു ഹ്യൂമൻ എക്സ്പീരിയൻസ് ഐ തിങ്ക് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ആൻഡ് അത് ഇന്നും കുറേ ആൾക്കാർ ലൈക്ക് ആർട്ട് ലവേഴ്സ് ആൻഡ് ആർട്ട് പേട്രൺസ് അത് കുറേ കൂടെ I wish that they would do more of this, and I'm so happy to be here at IIMF International Indie Music Festival today with my band. And actually കഴിഞ്ഞ 2 കൊല്ലം I was in New York. ഞാൻ അവിടെ പഠിക്കാൻ പോയിട്ട് അവിടെ ഒരു ബാൻഡ് ഉണ്ട് ആൻഡ് വി വർ പെർഫോമിംഗ് ദെയർ ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. തിരിച്ച് വന്നിട്ട് ദിസ് ഇസ് മൈ ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഫെസ്റ്റിവലിൽ പെർഫോം ചെയ്യുന്നത്. സോ എനിക്ക് ദ ഫാക്ട് ദാറ്റ് ഇറ്റ്സ് ഹാപ്പനിങ് ഇൻ കേരള ഇറ്റ്സ് ലൈക്ക് എക്സ്ട്രാ ഹാപ്പി. And my band knows this. Like I've been, working on a lot of my independent music. So, ഒത്തിരി റിലീസ് ചെയ്യാത്ത സോങ്സ് ഒക്കെ ഇന്ന് ഞങ്ങൾ പെർഫോം ചെയ്യാൻ പോവാണ്. ആൻഡ് വി ആർ ഗോണ ഷോകേസ് ദാറ്റ്. സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ ആൻഡ് വെരി എക്സൈറ്റഡ്. അതാണ് അപ്പോൾ അത് തിരിച്ചു വരവ് ഞാൻ ചോദിച്ച പോലെ കേരളത്തിൽ നമുക്ക് സാധ്യതകളുണ്ടോ എന്ന് ചോദിച്ചു. കേരളത്തിലെ സാധ്യതകൾ ഇങ്ങനെ തുറന്ന് ഇനി വരട്ടെ, കൂടുതൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവട്ടെ, കൂടുതൽ പെർഫോമൻസുകൾ ഉണ്ടാവട്ടെ എന്നുള്ള. അപ്പോൾ ഇനി നമുക്ക് ആ പാട്ട് പാടാം. ഏതോ ഒരു പാട്ട്. ഏതാണ് പാട്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഏതാണ്? ഓക്കെ. ഇന്നും എന്തിനാണ് എന്നോട് പരിഭവം, ഒരുപാട് നാളായി കാത്തിരുന്നു, നീ ഒരു നോക്കു കാണാൻ വന്നില്ല, ചന്ദനത്തിന്നലും പൂനിലാവും എൻ്റെ കരളിൻ്റെ നൊമ്പരം ചൊല്ലിയില്ലേ, എന്നോടെന്തിനീ പിണക്കം, ഇന്നും എന്തിനാണ് എന്നോട് പരിഭവം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ശക്തി മറ്റൊരു ശബ്ദമാണ്, മറ്റൊരു നിലപാടുകളാണ്. താങ്ക് യു സോ മച്ച്.